കേൾക്കെ കേൾക്കെ നേർത്തു നേർത്ത്. ലഘുനാടകം. രചനാ സംവിധാനം സുനിൽ കെ ചെറിയാൻ. ശബ്ദമിശ്രണം ടോം വിൽസൺ. അഭിനേതാക്കൾ വിൽസൺ ചിറയത്ത്, രാജൻ ചാക്കോ, ബിജോയ് ചിരിയങ്കണ്ടത്ത്, മെറിൽ വിൽസൺ. അപ്പോൾ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണോ ഇപ്പോഴും ആവർത്തിക്കുന്നത്? പേടിക്കണ്ട, എല്ലാം പറഞ്ഞോളൂ. നിങ്ങൾ ഏതു ഭാഗത്തു നിന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് കേൾക്കാം. നിങ്ങളുടെ സെല്ല് മുഴുവൻ ക്യാമറകളാണ്. ശബ്ദം പിടിച്ചെടുക്കാവുന്ന സംവിധാനവും ലോകോത്തരം. നിങ്ങളെപ്പോലുള്ള ഒരു ഭീകരനെ കഴിഞ്ഞ 2 വർഷമായി വിചാരണ തടവുകാരനാക്കിയിരിക്കുന്നതിന്റെ ചിലവ് എത്രയാണെന്നറിയാമോ? എല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ പണമാണ്. അതുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഇനിയെങ്കിലും എല്ലാം തുറന്നു പറയുക. പറയൂ, ഏത് സ്ഥലം ബോംബ് വെച്ച് തകർക്കാനായിരുന്നു നിങ്ങളുടെ പദ്ധതി? മാർക്കറ്റാണോ, ഷോപ്പിംഗ് മോളാണോ, ഇനി സ്കൂളാണോ? പറയൂ, ഞങ്ങൾക്ക് ചില ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്നിനെയും തകർക്കാൻ എനിക്ക് ഒരു പദ്ധതിയും ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങളുടെ സഞ്ചിയിൽ പടക്കങ്ങൾ കണ്ടതോ? അത് ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞല്ലോ. എനിക്കൊരു കുഞ്ഞു ജനിച്ചതിന്റെ ആഘോഷത്തിന് വേണ്ടിയായിരുന്നു. അത് ഞങ്ങൾ അന്വേഷിച്ചു. അന്വേഷണം വഴിതിരിച്ചുവിടാൻ നിങ്ങൾ ആ ദിവസം തന്നെ, അതായത് നിങ്ങൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ച ദിവസം തന്നെ തെരഞ്ഞെടുത്തതാണെങ്കിലോ? നിങ്ങളുടെ സഞ്ചിയിൽ കണ്ട കുഞ്ഞുടുപ്പ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വാങ്ങിയതാണെങ്കിലോ? പറയേ. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ? നിങ്ങളല്ലേ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഒരു ഭീകരനല്ല ഞാനെന്ന് എത്ര വട്ടം ആണയിട്ടു. ഒന്നുകിൽ നിങ്ങൾക്ക് ആളുമാറി, അല്ലെങ്കിൽ ഏതെങ്കിലും പിടികിട്ടാപ്പുള്ളിക്ക് പകരം എന്നെ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നു. കണ്ടാ, പഠിച്ച കള്ളനാ. 2 കൊല്ലായിട്ട് ഇത് തന്നെയാ പറയണേ. ഇവരൊക്കെ ജീവൻ കളഞ്ഞാൽ ഉള്ളത് പറയില്ല. നമുക്ക് പണിയുണ്ടാക്കാം. ശരി, നിങ്ങൾ പടക്കം വാങ്ങിച്ചത് നിങ്ങൾക്ക് അയൽക്കാരുമായി ചേർന്ന് ആഘോഷിക്കാനാണ്. പക്ഷേ ആ കൊല്ലക്കടയിൽ നിങ്ങൾ ഒരു കത്തി ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിരുന്നു. നല്ല പോലെ മൂർച്ച വേണമെന്നും നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അത് ഒരാടിനെ കൊല്ലാനായിരുന്നു. എനിക്ക് കുഞ്ഞുണ്ടായത് ആഘോഷിക്കാൻ. അതിനെ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലെ കത്തി മതിയാവുമെന്നിരിക്കെ നിങ്ങളെന്തിന് പുതിയ കത്തിക്ക് ഓർഡർ കൊടുത്തു? വീട്ടിലേത് പഴയ കത്തിയാണ്. എന്റെ വീട്ടുകാരി പറയുമായിരുന്നു, ഞാനും വീട്ടിലെ കത്തിയും ഒരുപോലാണെന്ന്. മൂർച്ചയില്ല. ആർക്ക് മൂർച്ചയില്ലെന്ന്? ശരി, നിങ്ങൾ ഈ രാജ്യത്തെ പൗരനാണെന്ന് തെളിയിക്കുന്ന രേഖകളൊന്നും നിങ്ങളുടെ പക്കലുണ്ടായിരുന്നില്ല. നിങ്ങൾ താമസിക്കുന്നുവെന്ന് പറയുന്ന ആ മലഞ്ചെരുവിലെ ഷെഡിൽ അരിച്ചു പെറുക്കി നോക്കിയിട്ടും
ഒരു മേൽവിലാസരേഖയും ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. നിങ്ങൾ വലിഞ്ഞു കയറി വന്ന ഒരു അഭയാർത്ഥിയാണ്, സർവോപരി ഭീകരനുമാണ്. അതെ, ആരായി എന്റെ കഥ വിശ്വസിക്കുക? എനിക്ക് തന്നെ എന്നെ വിശ്വാസമില്ലാതായിരിക്കുന്നു. എന്നെ ഞാൻ മറന്നുപോയിരിക്കുന്നു. അച്ഛനമ്മമാർ എനിക്കിട്ട പേര് മറന്നു. അല്ല, ആരും വിളിക്കാനില്ലാതെ എന്തിനാണ് ഒരു പേര്? പ്രിയപ്പെട്ടവര് വിളിക്കുമ്പോഴാണ് പേരിന് മാധുര്യമേറുക. ഞാനാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരിൽ നിന്നകന്ന് അഴികൾ എണ്ണി കഴിച്ചു കൂട്ടുന്നു. അഴികൾക്ക് പിന്നിൽ പുറത്തെ വരാന്തയിൽ വെയില് നീളുന്നതും നോക്കി കാലം കഴിച്ചു കൂട്ടുന്ന ഏകാന്ത തടവുകാരനാണ് ഞാൻ. ഇടിച്ചു പരത്തി പറഞ്ഞാല് വിചാരണ തടവുകാരൻ. അങ്ങനെ വെള്ളിയാഴ്ച ഏതാ ഞായറാഴ്ച ഏതാ എന്ന് ഒരു പിടിയുമില്ലാതെ ഒരു മാറാല പോലെ അഴികൾക്ക് പിറകിൽ ഇരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കാം. ടപ്പും വച്ച് ടപ്പും വച്ച് റക്കും വീശി. ടപ്പും വച്ച് റക്കും വീശി. ഒരു രൂപം പോകുന്നത് കാണാം. പാറാവുകാരനാണത്, ബൂട്ട്സ് ഇട്ട പാറാവുകാരൻ. എന്നോട് വലിയ സ്നേഹ. ആദ്യമൊക്കെ ഇടികൊണ്ടു ചതഞ്ഞ മുതുകത്ത് അയാള് ലാത്തിക്കൊണ്ട് തട്ടി നോക്കി ഏയ് പഴുത്തിട്ടൊന്നുമില്ല എന്നു പറയുമായിരുന്നു. പോരാഞ്ഞ് അയാള് ടോർച്ചടിച്ചും നോക്കും. ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് അയാൾക്കറിയണ്ട, അതയാളുടെ വകുപ്പല്ലല്ലോ. ആ ടോർച്ചും കൊണ്ട് അയാള് മുഖത്തേക്ക് വെളിച്ചം പായിക്കും. മുതുകത്തിടികൊള്ളുന്ന പോലത്തെ ഒരു ശിക്ഷയായിരുന്നു കണ്ണിലേക്കുള്ള ആ വെളിച്ചം പായിക്കൽ. അയാളുടെ വെളിച്ചത്തിന് മുന്നില് എനിക്ക് കൂട്ടായി ഉണ്ടായിരുന്ന കൂരിട്ടൊക്കെ ഭയന്നോടി മാറും. അതെന്നെ കൂടുതൽ ഒറ്റപ്പെടുത്തിയിരുന്നു. പിന്നെ എല്ലാം ശീലമായി. അടിയിടി കൊള്ളുന്നതു ശീലം, തടയാത്തതും മറ്റൊരു ശീലം. അടിയിടി കൊള്ളുന്നതു ശീലം, തടയാത്തതു മറ്റൊരു ശീലം. തൊഴിതെറി മറിച്ചുരുട്ടൽ, പിന്നെ ഭേദ്യം നസ്യം നടത്തൽ. അടിയിടി കൊള്ളുന്നതു ശീലം, തടയാത്തതു മറ്റൊരു ശീലം. ദണ്ഡന പീഡന യാതനകൾ, കളികൾ കളിയാക്കലുകൾ. അടി ഇടി അടി ഇടി. ആദ്യമൊക്കെ കൂട്ടിലിട്ട വരികനെ പോലെയായിരുന്നു ഞാൻ. ചോദ്യമുറ കഴിഞ്ഞ് ഉരട്ടലും പെരട്ടലും കഴിഞ്ഞ് അവരിട്ടേച്ചു പോകുമ്പോഴും ഞാൻ ഇരിക്കാൻ കൂട്ടാക്കാറില്ല. വെന്തു നീറുന്നതുപോലെയുള്ള ഒരു ചൂട് കാലിന്റെ പെരുവിരൽ നിന്നും കയറി മുതുക് വില്ലുപോലെ വളഞ്ഞ് 1000 സൂചിമുനകൾ കുത്തുന്ന നെഞ്ചിലെ വെടിക്കെട്ടുകളും കേട്ട് കത്തിക്കൊണ്ടേയിരിക്കുന്ന തല താഴോട്ട് പിടിച്ചിടികൊള്ളുമ്പോഴും നിൽക്കും നിശ്ചലനായി. താഴെ തറയിൽ എന്റെ വായിൽ നിന്നും വീണുകൊണ്ടിരുന്ന ചോരത്തുള്ളികളായിരുന്നു ആ നിശ്ചലതയിലെ ഒരേ ഒരു അനക്കം. എന്താടാ ഇരിക്കാത്തത്? ജീവിക്കാനുള്ള ആശയാണ് സാറേ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത്. സാറിന് വേണമെങ്കിൽ ഞാൻ ഇരിക്കാം. വലിയ ഡയലോഗ് പറയണോ? കസേരയില്ലാതെ നിന്നെ ഇരുത്താൻ എനിക്കറിയാമെന്ന് നിനക്കറിയാമെന്ന് എനിക്കറിയാം. ആ, എന്റെ കാലൊന്ന് തിരുമിത്ത.
എടാ, നിനക്ക് പാട്ട് പാടാൻ അറിയോ? എന്റെ ഭാര്യയ്ക്ക് തിരുമാനറിയാം, പക്ഷെ പാട്ട് പാടാറിയില്ല. എന്റെ മോൾക്ക് പാട്ട് പാടാറിയാം, പക്ഷെ അവൾക്ക് തീരുമാനം അറിയില്ല. ആ, ദൈവം എല്ലാവർക്കും എല്ലാം കൊടുക്കില്ലല്ലോ. ഡാ, നിന്റെ ഭാര്യയ്ക്ക് തീരുമാനം അറിയോ? എനിക്ക് അവിടെ പോയിട്ടൊന്ന് തീരുമാനടാ. എന്താടാ തിരുമ നിർത്തിയത്? എന്നെ ഇടിക്കുമ്പോൾ ഞാൻ വീഴാത്തത് ഞാൻ സ്വപ്നം കാണുമായിരുന്നു. മുള്ളാണികൾ നിറച്ച കിടക്കയിൽ കിടക്കുന്നതും താഴോട്ട് അനന്തമായി വീഴുന്നതും എന്റെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി പല ഭാഗങ്ങളിലേക്കും ഉരുണ്ടുപോകുന്നതും സ്വപ്നം കാണുമ്പോഴും ഞാൻ നിൽക്കുക തന്നെയായിരുന്നു. അതവരെ ചൊടിപ്പിച്ചു. എന്റെ ശരീരത്തിൽ കുളം കുത്തി കുഴിച്ചു തോണ്ടുമ്പോഴൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. അത് വനരോധനം പോലെയായിരുന്നു. കാട്ടിലൊരു കുരുവി കരഞ്ഞാൽ കാട് കത്തിക്കാൻ വരുന്നവര് അത് കേൾക്കുമോ? പക്ഷേ എന്റെ ഉള്ളില് ഒരു കുരുവി കരയുന്നുണ്ടായിരുന്നു. അതെപ്പോഴും കരയുന്നു. ആ കരച്ചിലിന് എന്റെ കുഞ്ഞിന്റെ ശബ്ദമാണ്. ഓലെ ഞാലി ഓല മുറിച്ചി എന്നു പണം തരും കൊക്കു കടത്തി ഊഞ്ഞാലാടി എന്നു പറന്നു നീ ഒരു റൂഹാന കിളി നീ എൻ കുഞ്ഞിനെ നോക്കി നീ എന്നോല വീട്ടിൽ എന്തിനു നീ വെറുതെ വിരുന്നു വന്നു. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾക്കൊരു പെൺകുഞ്ഞുണ്ടായതിന്റെ പിറ്റേന്ന് അവൾക്കൊരു കുഞ്ഞുടുപ്പ് വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു ഞാൻ. ഞങ്ങളുടെ ഗ്രാമത്തിൽ അന്ന് കർഫ്യൂ. ഇന്ന് പോകേണ്ടെന്ന് അവള് പറഞ്ഞതാണ്. ഒരു കർഫ്യൂവിന് എന്റെ കുഞ്ഞിന്റെ തണുപ്പിനെ എങ്ങനെ ചെറുക്കാൻ പറ്റുമെന്ന് ഞാൻ അവളോട് ചോദിച്ചു. അങ്ങനെയാണ് അയൽരാജ്യമാണെങ്കിലും ഒരു മലയ്ക്ക് അപ്പുറത്തെ ടൗണിലേക്ക് ഞാൻ പോകുന്നത്. ആ ടൗൺ എനിക്ക് പരിചയമുള്ളത് തന്നെയായിരുന്നു. വേറൊരു രാജ്യമാണെന്ന് വെച്ച് മനുഷ്യരല്ലാതായിരിക്കുമോ? അവിടുത്തെ പൂക്കള്, ചെടികള്, മരങ്ങൾ, കന്നുകാലികള് എന്നിവയ്ക്ക് വേറൊരു പൗരത്വമുണ്ടാവുമോ? ആ ടൗൺ ഒരു പാവം പിടിച്ച ടൗണായിരുന്നു. പാവം മനുഷ്യർ, പാവം കടകമ്പോളങ്ങൾ, പാവം റോഡുകൾ, പാവം പാവം മനുഷ്യർ, പാവം പേറും ജന്മങ്ങൾ. അങ്ങനെ
പാവം പിടിച്ച വളവുകളിലൂടെ നടന്ന് ഞാനൊരു ഉടുപ്പ് വാങ്ങി എന്റെ പൊന്നുമകൾക്കിടാൻ. അവളുടെയും അവളുടെ അമ്മയുടെയും തുണികൾ അലക്കി ഉണങ്ങാനിടാൻ വേണ്ട അയ കെട്ടാൻ ഒരു കമ്പി, അത്യാവശ്യം അടുക്കള പാത്രങ്ങൾ, പിന്നെ കുറച്ച് പടക്കം. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ഷോപ്പിംഗ്. രാത്രി അയൽക്കാരുമൊക്കെയായി ഒന്നു കൂടണം, ഒരാടിനെ അറക്കണം. ഇരുട്ടുന്നതിന് മുമ്പ് വീടെത്തണമെന്ന് വിചാരിച്ച് മലഞ്ചെരിവിലൂടെ വേഗത്തിൽ നടക്കുകയായിരുന്നു. എന്റെ വളർന്നു തുടങ്ങിയ തലമുടിയിലും താടിരോമങ്ങളിലും കാറ്റ് പിടിച്ചെന്ന് തോന്നുന്ന രീതിയിൽ എനിക്ക് ശരീരമാസകലം കുളിരുകോരിയിടുന്ന അനുഭവം. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് താടി വടിക്കൂ എന്ന് എനിക്കൊരു നിബന്ധന ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് ക്ഷൗരം ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാ കുഞ്ഞിന് ഉടുപ്പ് വാങ്ങേണ്ട കാര്യമുണ്ടായത്. താടി വടിച്ചിട്ട് കുഞ്ഞിന് ഉമ്മ വച്ചാൽ മതിയെന്ന് അവള് കളിയാക്കി പറഞ്ഞപ്പോൾ പിണക്കം അഭിനയിച്ചിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വേഗം വീടെത്തണം. പൊടുന്നനെയാണ് ഒരു മിലിറ്ററി പട്രോൾ വണ്ടി മുന്നിൽ വന്ന് നിന്നത്. ബൂട്ട്സിട്ട കാലുകൾ ചരൽക്കല്ലുകളിൽ ഉരയുന്ന ശബ്ദം ഓർമ്മയുണ്ട്. പിന്നെയൊക്കെ യാന്ത്രികമായിരുന്നു. പേടിച്ച് ഞാൻ കാറ്റിനൊപ്പം പറന്നു പോകുമെന്ന് തോന്നി. ആരാ നീ? എന്താ ഇവിടെ അസമയത്ത്? എങ്ങോട്ട് പോകുന്നു? എവിടുന്ന് വരുന്നു? പേടിച്ച് വിറച്ച് ഞാൻ വാക്കുകൾക്കായി കാറ്റിൽ പറതിയപ്പോൾ അവർ എന്റെ സഞ്ചി പരിശോധിച്ചു. ആദ്യം പടക്കമാണ് അവർ നിധി പോലെ കണ്ടെടുത്തത്. പിന്നെ അയ കെട്ടാനുള്ള കമ്പി. എന്റെ ശരീരം മെറ്റൽ ഡിറ്റക്ടർ വെച്ച് ഓടിച്ചു. പേഴ്സ് വാങ്ങി പരിശോധിച്ചു. മുഖത്തേക്ക് ശക്തിയായി ടോർച്ചടിച്ച് ഫോട്ടോയെടുത്തു. വണ്ടിക്കകത്ത് കമ്പ്യൂട്ടറിൽ എന്തോ പരതി. പിന്നെ എന്നെ പൊക്കിയെടുത്തൊരേറാണ് വണ്ടിയിലേക്ക്. എനിക്ക് വീട്ടിലോട്ട് പോണം, എനിക്ക് വീട്ടിൽ പോകണമെന്ന് കരഞ്ഞ് കേണപേക്ഷിച്ചിട്ടും വണ്ടി മലഞ്ചെരിവ് വിട്ട് ഇരുട്ടിലേക്ക് പായുകയായിരുന്നു. എന്റെ കണ്ണിലും ഇരുട്ട് കയറി. ബോധം വന്നപ്പോൾ ജയിലിലാണ്. ഭീകരവാദി, അഭയാർത്ഥി എന്നിവയൊക്കെയായിരുന്നു എന്റെ മേൽ ചാർത്തപ്പെട്ട കുറ്റങ്ങൾ. നിങ്ങൾ കാളുമാറിയതാണെന്ന് ആണയിട്ട് പറഞ്ഞപ്പോഴൊക്കെ അവർ ചിരിച്ചു. എല്ലാ ടെററിസ്റ്റുകളും അതുതന്നെയാണ് പറയുക എന്നായി അവർ. ഞങ്ങളുടെ വീടിരിക്കുന്ന മലയുടെ അപ്പുറത്തെ മലയിൽ നിന്നുമുള്ള ഒരു പ്രതിയെ കൊണ്ടുവന്ന് എന്നെ അറിയാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് പരസ്പരം അറിഞ്ഞുകൂടായിരുന്നു. അയാൾ കൈ മലർത്തി. അതോടെ ഞാൻ പൂർണ്ണമായും അനാഥനായി. നിന്നെ ഒന്നിനും കൊള്ളില്ലെന്ന് നീ തന്നെ നിന്നോട് പറയുന്ന അവസ്ഥ സൃഷ്ടിക്കുന്ന സംവിധാനത്തിൽ ഞാൻ പരിപൂർണമായും അനാഥനായി. നിന്നെ കാണാൻ ഒരു വിസിറ്ററുണ്ട്, ഒരു പെണ്ണ്. എന്റെ ഭാര്യ അല്ലേ? ഇത്ര ചെറിയ ഭാര്യ? അമ്പട കള്ളാ. ആ നടക്കട്ടെ. ഇങ്ങോട്ട് പാടി. മോളെ. അച്ഛാ. ആ കൂടുതൽ സമയമില്ല. ഇവള് വന്നിട്ട് കൊറേ നേരായിണ്ട്. അച്ഛനോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി തരാൻ ഞാൻ പറഞ്ഞു. സൗകര്യം പോലെ
ഈ പേപ്പർ വായിച്ച് മോങ്ങടാ. മോളെ, നീ അങ്ങ് വലുതായി. എവിടെ എവിടെ അമ്മ? അമ്മ അമ്മ പോയി. നമ്മുടെ അമ്മ പോയച്ചാ. നമസ്കാരം. ഇത് വൺ ഇന്ത്യ മലയാളം. റോഹിംഗ്യൻ ജനങ്ങൾക്കെതിരെയുള്ള അതിക്രമം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി ചർച്ച ചെയ്യും. മ്യാൻമാറിലെ റോഹിംഗ്യൻ മുസ്ലിം ജനങ്ങളുടെ കൂട്ടപലായനം തുടരുന്ന സാഹചര്യം ഇതിപ്പോ മനുഷ്യാവകാശ പ്രവർത്തകർ വലിയ ഇഷ്യൂ ആക്കിയിട്ടുണ്ട്. നമുക്കേ ആ 6/118 കാര്യം അതിർത്തിയിൽ നിന്ന് പിടിച്ചതേ ഒരു തീരുമാനമാക്കണം. അതൊരു മിസ്റ്റേക്കൺ ഐഡന്റിറ്റി കേസാണെന്ന് റിപ്പോർട്ട് എഴുതാം. അയാളെ അറസ്റ്റ് ചെയ്തിട്ടിപ്പോൾ 20 വർഷമാവുന്നു. മയ്യത്താവുന്നതിന് മുൻപ് മോചിപ്പിച്ചേക്കാം. അത് പ്രായാധിക്യവും അവശതയും പരിഗണിച്ചാണെന്ന് പറയാം. ഡാ, ഒരു ഹാപ്പി ന്യൂസ്. നിന്നെ മോചിപ്പിച്ചിരിക്കണു. ഒന്ന് എണീറ്റേടാ. ഇവിടെ നിന്നൊന്ന് പോയിത്താ. പോയി കല്യാണം കഴിഞ്ഞ മോളുടെ കൂടെ ശിഷ്ടകാലം ജീവിക്ക്. എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞോ? എന്ന്? എപ്പോൾ? അതൊരു കൊല്ലായിണ്ട്. അത് പറയാനായിട്ട് അവളോടെ വന്നിണ്ടായിരുന്നു. അന്ന് നിന്നെ ഞാൻ ഇടിച്ച് ചമ്മന്തിയാക്കിയിട്ട് ആ മൂലയിലിട്ടിരിക്കായിരുന്നു. ആ അവസ്ഥയില് നിന്നെ അവളെ കാണിച്ചില്ല. പിന്നെ അവള് വരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ വന്നില്ല. അതിന് ഞാനെന്ത് ചെയ്യാനെ? നീ പോയി രജിസ്റ്ററിൽ ഒപ്പിട്ടോ. നിന്റെ സഞ്ചിയൊക്കെ അവിടെ നിന്ന് കിട്ടും. അച്ഛാ, മോളെ, എവിടെ എവിടെ നിന്റെ ഭർത്താവ്? ആടിനെ വാങ്ങാൻ പുറത്തു പോയതാ. അച്ഛൻ വരുന്നതറിഞ്ഞ് ആഘോഷിക്കാൻ. നീ മിടുക്കിയായിരിക്കുന്നു. ഞാൻ അച്ഛനൊരു സമ്മാനം കാണിക്കട്ടെ? ഭൂമി കരയുകയാണോ? സന്തോഷാശ്രുക്കൾ പൊഴിക്കുകയാണോ? അതോ മണ്ണിൽ പുതുജീവന്റെ മുളമ്പുകൾ മീട്ടുന്നതാണോ? മോളാ, നിന്റെ അമ്മയ്ക്കായി ഞാൻ വാങ്ങിയ ഉടുപ്പ്. എല്ലാ വേഷങ്ങളും എല്ലാ കാലവും ചേരില്ല. എന്റെ കുഞ്ഞ്, നീ അഭയാർത്ഥിയല്ല, ഭീകരവാദിയല്ല, കുറ്റവാളിയല്ല, ജയിലറയിലെ നമ്പറല്ല. നീ മനുഷ്യക്കുഞ്ഞാണ്. അതിർത്തികളില്ലാത്ത മനുഷ്യലോകത്തിലെ വിശ്വപൗര. കേൾക്കെ കേൾക്കെ നേർത്തു നേർത്ത് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കുവൈറ്റിൽ നിന്നും സുനിൽ കെ ചെറിയാനും സംഘവും.